ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 24ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിശീലനം എന്ന് പറയുന്നത് മാന്ത്രിക വടി. എന്താണ് മാന്ത്രിക വടി? നമ്മളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും മാന്ത്രിക വടിയാണ്. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, നമുക്കൊരു മാന്ത്രിക വടി കിട്ടിയിരുന്നെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് കഥകൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് അല്ലേ. അതായത് ആ വിളക്ക് തേച്ച് മിനുക്കി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൊരു കഥ. അതിനൊക്കെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മാന്ത്രിക വടി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കാൻ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരാളെ സഹായിക്കണം നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ്. നമ്മൾ ആത്മാർത്ഥത്തോടുകൂടി കൃതജ്ഞതയോടുകൂടി എനിക്കത് ചെയ്യണം, ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം വരുമ്പോൾ ആഗ്രഹത്തിന് അങ്ങനെ വരുമ്പോൾ ആ കൃതജ്ഞതയ്ക്ക് ശക്തി വരികയാണ്. ശക്തി, ആഗ്രഹത്തിൻ്റെ ശക്തിയും കൃതജ്ഞതയുടെ ശക്തിയും കൂടിച്ചേരുമ്പോൾ, തീവ്രമായ ശക്തി കൂടിച്ചേരുമ്പോൾ അതൊരു മാന്ത്രിക വടി പോലെ പ്രവർത്തിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ മാന്ത്രിക വടി എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരു വടി നമ്മുടെ കയ്യിൽ വെച്ചിട്ടുള്ളൊരു ഒരു പ്രാക്ടീസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരാളെ സഹായിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിൻ്റെ ആ ഊർജവും കൃതജ്ഞതയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ കൃതജ്ഞതയുടെ ഊർജം കൂടി ചേരുമ്പോൾ അതിനൊരു ശക്തി വരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഈ മാന്ത്രിക വടി എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ ഊർജ്ജമാണ്. ഞാൻ പറഞ്ഞ ഊർജ്ജം ആണ് എല്ലായിടത്തേക്കും പോകുന്നത്. ഈ ഊർജ്ജത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് എന്തെങ്കിലും അപകടത്തിൽ പെട്ടവരെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിൽ പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥനകളൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. ഇതിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാനും നമ്മളെല്ലാവരും ഒരുമിച്ച് രാജ്യത്തുള്ള എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെ ഊർജ്ജം അവിടേക്ക് ചേരുകയാണ്. ആത്മാർത്ഥമായിട്ട് കൃതജ്ഞതയോടുകൂടി അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള നമ്മൾ ഊർജ്ജം അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യണത് നമ്മളൊരാളെ സഹായിക്കണം, അത്രയും തീവ്രമായിട്ട് ചിന്തിക്കണം. അപ്പോഴാണ് ആ ഊർജ്ജത്തിന് ശക്തി വരുന്നത്. നമ്മുടെ ശ്രദ്ധ പോകുന്നിടത്തേക്കാണ് നമ്മുടെ ഊർജ്ജം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കൃതജ്ഞതയുടെ ശക്തി നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരുപാട് ശക്തി കൂടണം. അത് തന്നെയാണ് ഈ പ്രാർത്ഥനകളുടെയൊക്കെ ശക്തി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുള്ള ശക്തി അത് തന്നെയാണ്. നമ്മളെവിടേക്കാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ നമ്മുടെ ഊർജ്ജം. ഇപ്പോൾ നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഊർജ്ജം അവിടേക്കാണ് ഒഴുകുന്നത്. പഠിക്കുന്ന കുട്ടികൾ ചിരിക്കുമ്പോൾ അവിടേക്കാണ് ഊർജ്ജം ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഊർജ്ജം മുഴുവനും അങ്ങോട്ടാണ്. അപ്പോൾ അത് കൃതജ്ഞയുടെ ശക്തിയും കൂടി ചേർത്ത് നമ്മൾ മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കായിട്ട് ചെയ്യുമ്പോൾ അതിനൊരുപാട് ശക്തി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാന്ത്രിക വടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യേശുക്രിസ്തുവൊക്കെ എന്ത് കാര്യം ചെയ്യുന്നതിനും മുന്നേ, അത്ഭുതങ്ങൾ ചെയ്യുന്നതിനും മുന്നൊക്കെ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞിരുന്നത്. ഇതാണ് നമ്മുടെ മാന്ത്രിക വടി. അപ്പോൾ നമ്മൾ അല്ലാതൊരു വടി ആയിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോ നമ്മുടെ കുടുംബാംഗമോ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ശാരീരികമോ കുടുംബപരമോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഈ മാന്ത്രിക വടി വീശിക്കൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ആരോഗ്യം ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ മാന്ത്രിക വടി വീശിക്കൊണ്ട് അവർക്ക് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് അവരെ ഇതാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ വ്യക്തിനെ മനസ്സിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് അവർക്ക് അവരുടെ ആരോഗ്യം സുഖപ്പെട്ടതായിട്ട് അവർ പറയുന്നതായിട്ട് നമ്മൾ ആ വാർത്ത കേൾക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും നമ്മുടെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് അസുഖബാധിതരായിട്ട് കിടക്കുന്ന നമ്മൾ പ്രാർത്ഥില്ല ആത്മാർത്ഥമായിട്ട്, ദൈവമേ അവളൊന്ന് സുഖപ്പെട്ടാൽ മതിയായിരുന്നു, അവളൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ആ തീവ്രത, നമ്മുടെ ഊർജ്ജത്തിൻ്റെ കൃതജ്ഞതയുടെ തീവ്രത, ആഗ്രഹത്തിൻ്റെ തീവ്രത ഇവിടെ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ അതൊരു കാന്തം പോലെ അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ രക്ഷപ്പെട്ടതും അവർ സുഖം പ്രാപിച്ചതും അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായിട്ടുള്ളൊരു വാർത്ത കേൾക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് വിളിച്ച് പറയുന്നതും അവരായാലും വിളിച്ച് പറയുന്നതൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലൊന്ന് സങ്കല്പിക്കുക. ആ വാർത്ത കേട്ടതായിട്ട് ആ ഫീലിങ്ങും അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിൽ നന്ദി പറയുമോ. നമ്മൾ പറയാറുണ്ടല്ലോ അവൾ രക്ഷപ്പെട്ടല്ലോ, അല്ലെങ്കിൽ അവൾ സുഖം കിട്ടി, അസുഖം മാറിയല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ അതിന് മുന്നേ തന്നെ നമ്മൾ കേട്ടതായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ വിഷ്വൽ ചെയ്യുക, മനസ്സിൽ സങ്കല്പിക്കുക, ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒരു പൂർണ്ണമായ അറിവ് ലഭിച്ചെന്ന് നമ്മൾ വിഷ്വൽ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അവൾക്ക് ഇത്തിരി സാമ്പത്തിക പ്രശ്നമാണ്, അവൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണം, അപ്പോൾ അതിന് പൈസ ഇല്ല എന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരെ മനസ്സിൽ കണ്ടിട്ട് അവർക്ക് ആ കാര്യം നേടിയതായിട്ടും ആ പണം ലഭിച്ചതായിട്ടും നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് അതിനൊരുപാട് നന്ദി പറയാം.
അവൾക്ക് അത് ലഭിച്ചതിന് ഒരുപാട് നന്ദി നമുക്ക് പറയാൻ പറ്റും. ഇതാണ് മാന്ത്രിക വടി വീശിയുള്ള പരിശീലനം എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ കൃതജ്ഞത ശക്തിയും ആഗ്രഹത്തിൻ്റെ ശക്തിയും കൂടി ചേരുമ്പോൾ ഒരു മാന്ത്രിക വടി പോലെ പ്രവർത്തിക്കണം അവിടെ. പിന്നെ അപ്പോൾ നമുക്കറിയാവുന്നൊരു വ്യക്തിയാണ്, പക്ഷേ എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമുക്കറിയില്ല. അപ്പോൾ സാമ്പത്തികമാണോ ആരോഗ്യമാണോ എന്നറിയില്ല. നമ്മൾ വ്യക്തിയെ നമ്മളറിയും, പക്ഷെ അവരെന്തോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്കറിയാം. ഏത് മേഖലയിലാണെന്ന് നമുക്കറിഞ്ഞില്ലെങ്കിലും അതിന് വേണ്ടി നമുക്ക് ചെയ്യാം. അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മളൊന്ന് വിഷ്വൽ ചെയ്യുക. അവർക്ക് സാമ്പത്തികം ആയിട്ടും ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഇതിലും എല്ലാത്തിലും സന്തോഷം സമാധാനമൊക്കെ ലഭിച്ചു എന്നുള്ളതിൽ നമ്മൾ വിഷ്വൽ ചെയ്തിട്ട് അതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. അതാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അറിയാത്തൊരു വ്യക്തിയാണ്, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് അറിയില്ല, പക്ഷേ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ പല ആളുകളെയും കാണാറുണ്ടല്ലേ. നമ്മൾ സുഖമില്ലാണ്ടൊക്കെ പോകുന്ന ആൾ, നടക്കാൻ വയ്യാണ്ട് പോകുന്ന ആൾക്കാർ കാണുമ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ പറയാറുണ്ട്, അയ്യോ അവരെ കണ്ടില്ലേ എന്ന് നമ്മൾ പറയാറുണ്ട് വിഷമത്തോടു കൂടി. അപ്പം അങ്ങനെയുള്ള വ്യക്തി കാണുമ്പോഴും നമുക്ക് അവർക്ക് വേണ്ടിയും ചെയ്യാം. അവർക്ക് ആരോഗ്യം എല്ലാം ഉണ്ടായതായിട്ട് നമ്മൾ മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് വിഷ്വൽ ചെയ്തിട്ട് നന്ദി പറയാം, ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. അവർക്ക് ആരോഗ്യം കൊടുക്കട്ടെ. അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് വിഷമിച്ച് പോകണം. നമുക്ക് ചില ആളുകളെ കണ്ടാൽ അറിയാം അവർക്ക് വലിയ വിഷമമുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് കൃതജ്ഞത നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാം, നന്ദി പറയാം. അവർക്ക് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് അവർക്കത് നൽകട്ടെ, അല്ലെങ്കിൽ ഈശ്വരൻ അവർക്ക് നന്ദി എന്ന് നമുക്ക് പറയാം. അങ്ങനെയും നമുക്കിതിൽ മാന്ത്രിക വടി, അതാണ് ഇതിൻ്റെ പരിശീലനം. നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. അവർക്കത് ലഭിക്കണം. നമ്മൾ പറയാം, ദൈവമേ അവൾക്ക് നല്ലത് കൊടുക്കണേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നൊരു നമ്മളുണ്ടല്ലോ, ആ കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. ഇതാണ് ഈ പരിശീലനം. ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്താണ് ഈ പരിശീലനം, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2-3 പേരുടെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മളത് വെച്ചുകൊണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യാൻ നമ്മൾ ഇരുന്നു കൊണ്ട് അവർക്ക് സമ്പത്താണോ സാമൂഹിക ഏത് കാര്യത്തിനാണെങ്കിൽ ആ സമ്പത്ത് ലഭിച്ചതായിട്ടും ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം ലഭിച്ചതായിട്ടും ആ വാർത്ത കേൾക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിൽ ചെയ്ത് സന്തോഷത്തോടു കൂടി നന്ദിയോടുകൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. ലഭിച്ചതിന് നന്ദി, അവൾക്കത് കൊടുത്തതിന് നന്ദി, അല്ലെങ്കിൽ അവനത് കൊടുത്തതിന് നന്ദി പറഞ്ഞ് നമ്മൾ നന്ദി പറയുക. കണ്ണുകൾ അടച്ചിരുന്നുകൊണ്ട് വിഷ്വൽ ചെയ്യുക, വാർത്ത കേൾക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന സന്തോഷം ഫീലിംഗ് ഒക്കെ നമ്മൾ അനുഭവിക്കണം. അവരെ മുഖത്തും നമ്മളത് കാണുന്നതായിട്ട് നമ്മൾ വിഷ്വൽ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതാണ് ഈ പരിശീലനം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫോട്ടോ പിടിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യണം. ഫോട്ടോ പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഇരുന്ന് കുറച്ച് ചെയ്ത് ആ സന്തോഷമൊക്കെ നമ്മൾ അനുഭവിച്ച് ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞിട്ട് പിന്നെ പതുക്കെ കണ്ണ് തുറന്ന് അവരെ പേര് പറഞ്ഞുകൊണ്ട് 2-3 പ്രാവശ്യം നമ്മൾ നന്ദി പറയാം. അവർക്കത് ലഭിച്ച ആളുടെ പേര് പറയുക, എന്നിട്ട് നമ്മളത് നന്ദി പറയുക. അതാണ് ഈ പരിശീലനം. അങ്ങനെ 3 പേരുടെയും നമ്മൾ ചെയ്യുക. 3 പ്രാവശ്യമായിട്ട് 3 ആളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഒരാളുടെ അങ്ങനെ ചെയ്യുക. ഇതാണ് ഈ പരിശീലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അവരുടെ പേരും കൂടി പറഞ്ഞിട്ട് വേണം നമ്മൾ നന്ദി പറയാൻ. പക്ഷെ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ നന്ദി പറയുമ്പോൾ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദിയും കൃതജ്ഞതയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പ്രവൃത്തി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഭക്തി നിർഭരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നന്ദി പറയുമ്പോൾ അവർ നമ്മുടെ ഊർജ്ജം അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾക്കും അതിൻ്റെ ഒരുപാട് റിസൾട്ട്, നമ്മളൊരാളെ ബ്ലെസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് തന്നെ കിട്ടുന്നില്ല. അതായത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം സമ്പത്തും സമാധാനമൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിലേക്കും അത് തിരിച്ചെത്തുകയാണ് ഇവിടെ. അതും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഈ പരിശീലനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ രാവിലത്തെ 10 അനുഗ്രഹങ്ങൾ എഴുതുക, പിന്നെ വൈകുന്നേരം മാജിക് റോക്ക് ചെയ്യുക, ഈ പരിശീലനങ്ങൾ ചെയ്യുക. അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നാം, പക്ഷെ ഒരുപാട് റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.